സോഷ്യൽ സെക്യൂരിറ്റിയും മെഡിക്കെയറും കൊണ്ട് ജീവിക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വേണം ഇവന്മാർക്ക് ഡൊണേഷൻ. നാണം കേട്ടോ വർഗങ്ങൾ. കാറിൻ്റെ കീ വന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഇങ്ങനെ കാറ് പാർക്ക് ചെയ്തിട്ട് കീ എടുക്കാതെ പോയ നോക്കിക്കോ, ഒരു ദിവസം നിങ്ങളുടെ കാറും കൊണ്ട് ആരെങ്കിലും പോകും. ഓ മൈ ഗാഡ്, എൻ്റെ കാറ്. Hello? Yeah. No, in the parking lot. Yeah. I was parked over there, but it's been gone when I was... okay. നിങ്ങളുടെ ഒരു ഓർമ്മക്കേടും മറവിയും ആ കീ എടുത്ത് പോക്കറ്റിലിടുന്ന ടച്ചായ. ഇങ്ങനെ മറവിയെന്നും പറഞ്ഞ് എന്നെ ഒരു പട് കഴിവനാക്കല്ലേ എൻ്റെ അന്നാമ്മ. ഐ ആം ലീവിങ് ദി കീ ഇൻ ദി ഇഗ്നിഷൻ ബിക്കോസ് ദാറ്റ്സ് ദ ബെസ്റ്റ് പ്ലേസ് ടു കീപ്പ് ഇറ്റ്. പിന്നീട് തപ്പി നടക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പഴയ കാറ് ഏത് കള്ളന്മാർ കൊണ്ടുപോകാനാ? ആർക്കാ ഇത് വേണ്ടത്? ഹലോ അന്നാമോ, നീ പറഞ്ഞത് നേരാടി. I left the key inside the car. It has been stolen. ഞാൻ 911 വിളിച്ചിട്ടുണ്ട്. Hope they will find it. ഹലോ അന്നാമോ? കുഞ്ഞച്ചായോ, ഇന്ന് ഞാനല്ലേ നിങ്ങളെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്? നിങ്ങളുടെ ഒരു കാര്യം. ഞാൻ അതങ്ങ് മറന്നുപോയി. ഏതായാലും നീ വന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്യ്. ഞാൻ വരാം. ആദ്യം ഞാൻ നിങ്ങളുടെ കാർ സീൽ ചെയ്തിട്ടില്ലെന്ന് ഈ പോലീസുകാരനെ ഒന്ന് കൺവിൻസ് ചെയ്യട്ടെ. ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ടല്ലോ. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും. ഡോക്ടർ ആനന്ദ് രാജ്. എൻ്റെ കൂടെ പഠിച്ച ആനന്ദ് രാജ് തന്നെയാണോ ഈ ഡോക്ടർ? ചോദിച്ചാലോ? രോഗം എന്താണെന്ന് പറഞ്ഞില്ല. വാട്ട് ഈസ് ദ പ്രോബ്ലം? പ്രോബ്ലം എനിക്കല്ല ഡോക്ടർ. യു സീ, എവറി ഡേ മൈ ഹസ്ബൻഡ് loses his temper for no reason at all. It really scares me. Every day? Okay. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രത്യേക രീതിയിലാണ്. വെറുതെ മെഡിസിൻ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യില്ല. Now, try this. When your husband loses temper, try this. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കവളിൽ കൊണ്ട് ഇങ്ങനെ കുലുക്ക് കുഴിഞ്ഞുകൊണ്ടിരിക്കാം. Do it until he leaves the room or calms down.
Okay? ചെല്ലു. ഡോക്ടർ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ആനന്ദരാജാണോന്ന് ഇന്ന് ഞാൻ ചോദിക്കും. Hello, how is your husband doing? ഡോക്ടർ, ദാറ്റ് വാസ് എ ബ്രില്യന്റ് ഐഡിയ. അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന സമയത്ത് ഞാനൊരു കവിള് വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ ഇങ്ങനെ കുഴിഞ്ഞോണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം കാം ഡൗൺ ആകും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. Oh, you are most welcome. എന്നാലും ഈ വെള്ളം കുഴിക്കുന്നതിന്റെ എന്താണ് ട്രിക്ക്? That's very simple. Just keep your mouth shut. That does the trick. ഡോക്ടർ സെയിന്റ് മാർട്ടിൻ ഹൈസ്കൂളിൽ പഠിച്ചതാണോ? അതെ. ഏത് വർഷം പാസ്സായി? 82. എന്താ ചോദിച്ചത്? എന്റെ സംശയം ശരിയായിരുന്നു. യു ആർ ഇൻ മൈ ക്ലാസ്. ഓഹോ, എനിക്ക് മനസ്സിലായില്ല. ഐ ആം സോ സോറി. ടീച്ചർ ഏത് സബ്ജക്റ്റ് ആയിരുന്നു പഠിപ്പിച്ചത്? കാശിന്റെ കാര്യം ചോദിച്ചാൽ നാഗവല്ലി കയറുന്ന ബോസിന്റെ അടുത്ത് നീ സംഗതി ഇങ്ങനെ ഒപ്പിച്ചു? എടാ, ഏത് നാഗവല്ലിയും തളയ്ക്കാനുള്ള ബുദ്ധി ഈ തലയ്ക്കകത്തുണ്ട്. ഇയാളൊക്കെ ഏത് വയലിലെ വിത്താണ് ഒറ്റയടിക്ക് ശമ്പളം 10% കൂട്ടി വാങ്ങിച്ചത്. അപ്പൊ നീ അവിടെ പോയി എന്താ പറഞ്ഞ? അതോ, അത് എക്സ്ക്യൂസ് മീ. Yes. Okay, John, what's going on? I'm doing good, sir. I thought of talking to you personally. I have a request. You know, I've been working for this company for past 10 years now. I know, John. You don't need to remind me all the time. I know you are a very hard worker, and I really appreciate all your hard work. Thank you, sir. But you know what? This time, I really need a pay rise because I have 4 companies after me. Oh, a rise? You come all the time for a raise, and you know what? I would like to give you a raise, but not at this time. Sir, you know, I know the company situation is bad. The market is going down, but you have to take into consideration like the way I work here, the loyalty I have with the company, and the main factor is I have 4 companies after me. I thought of discussing with you so that we can make a decision together. Yes. I do understand all your hard work and everything, but you know what? Let me think about that, and I'll get back to you. I need to talk to my boss also, and I'll get back to you maybe in a week. That is okay, sir, but I think this has been going for a while. It is better we make a decision today because, as I said, I have 4 companies after me. I have to let them know something. Okay. Taking into account these factors and considering your all hard work, I am willing to give you a 10% increment and maybe a 5 days vacation. How does that sound? Oh, that sounds great, sir. Thank you. Thank you, John. Nice meeting you. Thank you, I sir. would like to keep a person like you in my company. Thanks. Thank you, sir. വിറപ്പിച്ചില്ലേ, 4 കമ്പനികൾ എന്റെ പുറകിലാണെന്നും കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകുന്നു പറഞ്ഞു. ഇയാള് കൊള്ളാലോ ജോണെ. ആ 4 കമ്പനിയുടെ പേര് എനിക്കും പറഞ്ഞതാ. എനിക്ക് എപ്പോഴും ചെയ്യാലോ? അതോ, മോർഗേജ് കമ്പനി, കേബിൾ കമ്പനി, വാട്ടർ കമ്പനി, ടെലിഫോൺ കമ്പനി. അതൊക്കെ പോട്ടെ. എന്തൊക്കെയായാലും ഇന്ന് സന്തോഷ ദിവസമാണ്. വീട്ടിൽ പോയി 2 എണ്ണം വീശണം. വീശാണോ? അപ്പൊ നീ എന്നും കള്ളു കുടിക്കണം? പിന്നെ അത് നല്ല മുന്തിയനെ കോച്ച് ഒരു $150 ആവും. ഒരു ഫുള്ളൊക്കെ വാങ്ങിച്ചാൽ ഒരാഴ്ച കഷ്ടിയാ. എന്റെ വേളാങ്കണ്ണി മാതാവേ,
അപ്പോൾ ഒരു മാസത്തേക്ക് $600, ഒരു വർഷത്തേക്ക് $7,200. അങ്ങനെയാകുമ്പോൾ 20 വർഷത്തേക്ക് $1,44,000. എവിടെ ജോണെ, നീ കള്ളു കുടിച്ച് തൊലച്ചു പറഞ്ഞ കാശൊക്കെ സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിലേ നീ ഇന്ന് ഫെരാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു. അത് ശരിയാണല്ലോ ചാക്കോച്ച. ചാക്കോച്ചൻ കുടിക്കാം. ഏയ്, ചായ, കാപ്പി, പച്ചവെള്ളം, നോ ആൽക്കഹോൾ. എന്നാ ചാക്കോച്ച നമുക്കൊരു റൈഡിന് പോയാലോ? ചാക്കോച്ചന്റെ ഫെറാറിയിൽ.